ഇ.പി. ജയരാജൻ പുസ്തകവാദത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് DC ബുക്സ് CEO രവി DC-യുടെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടു. സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞതാണ് DC-യുടെ നിലപാട്. പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നുവെന്നും രവി DC പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് വെള്ളിമറ്റോണ്ട് അതിന് പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സംസ് അപ്പ് വാട്ട് വി ഹാവ് ടു സേ. അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട്, നൈദർ പിന്നെ വി ആർ ഓൺലി എ ഫെസിലിറ്റേറ്റേഴ്സ്. നമ്മളിതിൻ്റെ അകത്ത് അത് ഞാൻ ഏതൊരു പബ്ലിക് ഫിഗറും അല്ല, പിന്നെ മറ്റേതുമല്ല. അതുകൊണ്ട് തന്നെ വി ഡു റെസ്പെക്ട് ദ പബ്ലിക് ഫിഗർ, പിന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിൽക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കമൻസ് ആർ റിസർവ്ഡ് ആക്ച്വലി. സുരേഷ് വെള്ളിമറ്റമാണ് വിവരങ്ങളുമായി ഇതുപോലെ ചെയ്തത്. സുരേഷ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് വളരെ പ്രധാനമായിരുന്നു. ഇന്നലത്തെ ആ വലിയ വിവാദത്തിൽ, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേദിയിലാണ് ഇ.പി. ജയരാജൻ DC ബുക്സിനെ ഏൽപ്പിച്ചു എന്ന് വ്യാഖ്യാനമുണ്ടായ ഈ ഉള്ളടക്കം പുറത്തേക്ക് വരികയും രാഷ്ട്രീയമായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും എന്തുകൊണ്ട് DC ബുക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ഇ.പി. നൽകിയ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമാണോ എന്ന വിശദീകരണം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നിഷേധിക്കാത്തതെന്ത് എന്ന ചോദ്യമൊക്കെ ഉണ്ടായത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ വാക്കുകളിൽ നിന്ന് എന്ത് വേണം മനസ്സിലാക്കാൻ? രതീഷ്, ഇപ്പോഴും അദ്ദേഹം ആ പുസ്തകത്തെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ പ്രസിദ്ധീകരണം സംബന്ധിച്ചോ ഒന്നും നിഷേധിക്കുന്നില്ല. മറിച്ച് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ, അതായത് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഇതാണ് അവർ ആ വാക്ക് ഉപയോഗിച്ചിരുന്നത്. സാങ്കേതിക പ്രശ്നം മൂലം നീട്ടിവെച്ചിരിക്കുന്നു എന്ന് സമൂഹ മാധ്യമത്തിൽ പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പറയാനുള്ളത് സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ഒരു പ്രസാധകർ, ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിലൊന്നും പറയുന്നില്ല. പൊതുപ്രവർത്തകരെ മാനിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇതിൽ നിന്ന് ആ പുസ്തകം ലഭിച്ചിട്ടില്ല എന്നോ കരാറുണ്ടായിട്ടില്ല എന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും അദ്ദേഹം കടക്കുന്നില്ല, മറ്റൊന്നും അദ്ദേഹം വിശദീകരിക്കുന്നുമില്ല. നമ്മൾ കൂടുതലായിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം വായ് മൂടിക്കെട്ടി അങ്ങനെ ആ ഒരു ആക്ഷൻ കാണിക്കുക മാത്രമാണ് ചെയ്തത്. കൂടുതൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങളിൽ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കാമെന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഞങ്ങളൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, പ്രസാധകർ മാത്രമാണ്. എന്താണ് പറയാനുള്ളത് സമൂഹ മാധ്യമത്തിൽ പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിൽ പറഞ്ഞത് കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം അച്ചടിയിൽ എന്തോ പ്രശ്നമുണ്ട്, അതിന്റെ കമ്പോസിംഗിൽ എന്തോ പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നു. ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകും. ഒന്നാമത്തെ വാചകത്തിന്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ അതിനെ ഒന്ന് വിശകലനം ചെയ്താൽ, കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം അത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, അതുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, സാങ്കേതിക പ്രശ്നം കൊണ്ട് മാത്രം അത് കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതാണ്. അതായത് ഇ.പി. ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം എന്ന പുസ്തകം അത് പ്രസിദ്ധീകരണത്തിലാണ്, ഞങ്ങൾ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. രണ്ടാമത്തെ സെന്റൻസിലുള്ള സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നു എന്ന് പറയുമ്പോൾ ഈ പുറത്തു വന്ന ഉള്ളടക്കത്തെ തള്ളുന്നുമില്ല. ഇത് രണ്ടും വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം എന്താണോ പറയാനുള്ളത് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ വാക്കുകളിലൂടെ, നമ്മൾ കേട്ട വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ അർത്ഥം ഇതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പുറത്തു വന്നത് അത് വ്യാജമാണെന്നോ മറ്റാരെങ്കിലും ഉണ്ടാക്കിയതാണെന്നോ ഒന്നും അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ആ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം ഈ പറയുന്നത് പോലെ തന്നെ സാങ്കേതിക കാരണങ്ങളാൽ നീട്ടിവെച്ചിരിക്കുന്നു എന്നാണ്. അതിൽ നിന്നും ഇദ്ദേഹത്തിന്റെ വാക്കുകളും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രസിദ്ധീകരണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നും അല്ലെങ്കിൽ പ്രസിദ്ധീകരണം മുടങ്ങിയിട്ടുണ്ട് എന്നൊന്നും അതിലൂടെ വ്യക്തമാകുന്നില്ല. മറിച്ച് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നീട്ടിവെച്ചു എന്ന് മാത്രമാണ്. അതായത് രാഷ്ട്രീയ നേതാക്കളെ ബഹുമാനിക്കുന്നു, അതുകൊണ്ടൊന്നും പറയുന്നില്ല എന്നുകൂടി പറയുമ്പോൾ, ഇത് ഞങ്ങളുടെ കയ്യിൽ ഈ പുസ്തകമുണ്ട്, ഈ ഉള്ളടക്കം ഇത് തന്നെയാണ്, ഇപ്പോൾ ഇ.പി. ഒന്നും എതിർത്ത് പറയാൻ കഴിയാത്തത് കൊണ്ട് ഒന്നും പറയുന്നില്ല, പരസ്യമായി പറയുന്നില്ല എന്നുകൂടി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. വേണമെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. പക്ഷേ ഒരു കേരളത്തിൽ വലിയ പാരമ്പര്യമുള്ള പ്രസാധന ശാല എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, സാമൂഹ്യമായ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ DC ബുക്സിനെ സംബന്ധിച്ച്. നമ്മളെല്ലാവരും വായിച്ചു വന്നത് DC ബുക്സ് അടക്കം, മാതൃഭൂമി ബുക്സ് അടക്കം, ഇങ്ങനെ നിരവധി പ്രസാധനശാലകളുടെ ചിന്തയടക്കം നിരവധി പ്രസാധനശാലകളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടാണ്. DC ബുക്സ് അതിൽ മുൻനിരയിലുള്ള ഒരു പ്രസാധക സ്ഥാപനമാണ്. ആ സ്ഥാപനം കുറെ കൂടി ഓപ്പണായി കാര്യങ്ങൾ പറയേണ്ടതല്ലേ? ഇപ്പോൾ ഏറ്റവും ഗൗരവതരമായൊരു കാര്യം, 177 പേജുകൾ, വിവിധ അധ്യായങ്ങളുടെ തലക്കെട്ടുള്ള 177 പേജുകളാണ് ഇന്നലെ പുറത്തേക്ക് വന്നത്. അച്ചടിയിലിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ 177 പേജുകൾ PDF എങ്ങനെ പുറത്തു വരും? ഒന്നുകിൽ ആ പുസ്തകം എഴുതിയ ആളിൽ നിന്നോ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ആളിൽ നിന്നോ പുറത്തു വരണം, അല്ലെങ്കിൽ ഈ പ്രസാധകശാലയിൽ നിന്ന് പുറത്തു വരണം. ഇവരുടെ ഭാഗത്തുനിന്ന് അത് ചോർന്നിട്ടില്ലെങ്കിൽ അതെങ്കിലും മിനിമം പറയണ്ടേ?
അതാണ് രതീഷ്. ഇപ്പോൾ ആ പറയുന്ന 177 പേജുകൾ ഉള്ള PDF പുറത്തു വന്നപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല, അല്ലെങ്കിൽ അതല്ല ഞങ്ങളുടെ കയ്യിലുള്ള പുസ്തകമെന്നോ അങ്ങനെയെങ്കിൽ പോലും പറയേണ്ടതാണ്. ഇത്രയധികം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പോകാറെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം കൂടുതലൊന്നും പറയാതിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള എഗ്രിമെന്റുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രകോപനം വേണ്ട എന്നുള്ള ഒരു ചിന്തയും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും ഈ പുറത്തു വന്നിട്ടുള്ള കണ്ടന്റിനെ തള്ളുന്നില്ല. EP ജയരാജന്റെ പുസ്തകം തങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നോ ഇല്ല എന്നോ പറയുന്നില്ല, ഇല്ല എന്ന് ഒരു കാരണവശാലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഉണ്ട് എന്ന് തന്നെയാണ് ഒന്നാമത്തെ വാചകം. നേരത്തെ അവരുടെ പ്രതികരണത്തിൽ വന്ന ഒന്നാമത്തെ വാചകത്തിൽ നിന്ന് അച്ചടിയിലെ സാങ്കേതിക പ്രശ്നം എന്ന് പറയുമ്പോൾ പുസ്തകം കയ്യിലുണ്ട്, ഞങ്ങളത് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. അപ്പോൾ പുസ്തകം കയ്യിൽ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ചോർന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്നാണോ അത് പറയണ്ടേ? പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ദിനത്തിൽ ഇങ്ങനെ ഇത്രയും ഗൗരവതരമായി പിണറായി വിജയനെതിരെ അധികം വിമർശനമുള്ള, പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ വിമർശനമുള്ള, പാർട്ടിക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് തുറന്നു പറയുന്ന, പാർട്ടി നടപടിയിൽ തനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തു വരുമ്പോൾ ഞങ്ങൾ അച്ചടിയിലാണ് എന്ന് പറയുന്നതിനൊപ്പം ചോർന്നത് ആരുടെ പക്കൽ നിന്നാണ് എന്നതിനൊരു മറുപടി പറയേണ്ടതില്ലേ? ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? തീർച്ചയായിട്ടും അതാണ് ഈ പറഞ്ഞ 2-3 വാക്കുകൾ പറഞ്ഞതിന് ശേഷം പിന്നീട് അത് കൈയും കെട്ടി ഇരിക്കുകയായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല എന്ന് മാത്രമായിരുന്നു ഈ പുസ്തക PDF ചോർച്ചയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അത് നിഷേധിക്കുന്നുമില്ല. അതേ മാത്രമല്ല ഈ പറഞ്ഞതുപോലെ പ്രസാദനം നീട്ടിവെച്ചിരിക്കുന്നു എന്ന് മാത്രമുള്ള ആദ്യം പറഞ്ഞ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൂടുതലൊന്നും അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറാകുന്നില്ല. സുരേഷ് വെള്ളിമറ്റുമാണ് ദുബായിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. DC ബുക്സുമായി ബന്ധപ്പെട്ട് DC ബുക്സിനെതിരെ ഉയർന്ന ആരോപണത്തിൽ മറുപടി നൽകുകയാണ് രവി DC. പക്ഷേ ആ മറുപടി എന്നത് സോഷ്യൽ മീഡിയയിൽ നേരത്തെ DC ബുക്സിൻ്റെതായി വന്ന മറുപടി മാത്രമാണ് ഞങ്ങളുടെ നിലപാട് എന്താണ്. ആ മറുപടിയിൽ ഇങ്ങനെ പുസ്തകം കൈവശമുണ്ട്, അച്ചടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, അച്ചടിയിൽ ചില സാങ്കേതികമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ കാലതാമസമുണ്ട് എന്നത് മാത്രമാണ് ആ 2 വരി വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ചോർന്നത് ഈ പ്രസാധകരുടെ ഭാഗത്ത് നിന്നാണോ എന്ന കാര്യത്തിൽ പറയുന്നില്ല. അതല്ലെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നില്ല. EP-യുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടോ, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് EP അനുമതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല. അപ്പോൾ പലവിധ സംശയമാണ്. EP പറയുന്നത് പൂർണ്ണമായി മുഖവിലേക്ക് അടക്കാൻ കഴിയില്ല. EP-യുടെ പേരിൽ ഇത്രയധികം 177 പേജുള്ള വിവിധ അധ്യായം തിരിച്ച് EP-യുടെ ജീവിതമടക്കം പറഞ്ഞുകൊണ്ട് EP പാർട്ടിയുമായി ബന്ധപ്പെട്ടടക്കം EP-ക്കുണ്ടായ നടപടിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുസ്തകത്തിന്റെ ഉള്ളടക്കം ആകെ അത് ഞാൻ എഴുതിയതല്ല എന്ന് EP പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. അതേസമയം ഒരു പ്രസാധകശാല എന്ന നിലയിൽ DC ബുക്സിന്റെ ഭാഗത്ത് നിന്ന് ചോർന്നത് എവിടെ നിന്നാണ് എന്ന് പറയുന്നില്ല എന്നാണ് വളരെ പ്രധാനം. പുസ്തക വിഭാഗത്തിൽ EP ജയരാജന്റെ പരാതിയിൽ അതിനിടയിൽ പ്രാഥമിക അന്വേഷണം നടത്തും എന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദിന്റെ പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നു. റിപ്പോർട്ട് എത്രയും വേഗം കൈമാറുമെന്നാണ് SP വ്യക്തമാക്കുന്നത്.